കൊടുത്ത കൈക്ക് തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് ആര്യൻ. ഇത്ര നന്ദിയില്ലാത്തവനാണോ ആര്യൻ? കൂടുതൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്ന വേറെ ഒന്നല്ല, ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ കാര്യത്തിലേക്കാണ്. ജയിൽ നോമിനേഷനാണ്. ആര്യൻ വന്ന് അനുമോളുടെ പേരാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത്. റീസൺ എന്താണോ? റീസൺ കഴിഞ്ഞ ദിവസം ആര്യന് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ ക്യാപ്റ്റനോട് പോലും ചോദിക്കാതെ ദോശമാവ് എടുത്ത് ചുട്ടുകൊടുത്ത്, കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ പേരിൽ ഷാനവാസും അനുമോളും തമ്മിൽ വഴക്കുണ്ടായി. അപ്പം ഇവർ പറയുന്നത്, വീണ്ടും ചോദിച്ചപ്പോൾ ആദിലേക്ക് നൂറയ്ക്കും ബാക്കിയുള്ളവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞായിരുന്നു അനുമോൾ. പിന്നെ നെവിൻ വന്ന് ചോദിച്ചപ്പോൾ നെവിന് കൊടുത്തില്ല എന്നും പറഞ്ഞു. ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യം പറഞ്ഞു. മനസ്സിൽ ഇത്രയ്ക്കും വ്യക്തിവൈരാഗ്യം കാസി സൂക്ഷിക്കുകയും നന്ദിയില്ലാത്ത ഒരു ചെറുക്കനാണ് ഈ ആര്യൻ. ഒരു കാരണം കൊണ്ട് അവനെ വിശ്വസിക്കാൻ കൊള്ളിയല്ല. അനുമോൾ അവനെ വിശ്വസിച്ചു പോയി. അന്ന് വിശക്കെന്ന് പറഞ്ഞപ്പോൾ അക്ബർക്കും ഈ ആര്യനും അനുമോൾ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു. അത് ക്യാപ്റ്റന് പോലും വകവെക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളൊരു ഉപകാരം ചെയ്താൽ അത് ഉപദ്രവമായി മാറുന്ന ഒരു കാലമാണ് ഇപ്പം. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെ ആർക്കും ഉപകാരം ചെയ്യരുത്. ഇതാണ് അനുമോൾക്ക് കിട്ടിയത്. ഈ നെവിന് ഫുഡ് കൊടുത്തില്ലെന്ന് പറഞ്ഞു. നെവിൻ ആ സമയത്തിൽ അനുമോളുടെ അടുത്തുനിന്ന് തട്ടിപ്പറിക്കാനാണ് നോക്കിയത്. ആ സമയത്ത് ഫുഡ് താഴെ പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ ഫുഡിനെ വരെ അവഗണിച്ചത് നെവിനാണ്. അത് അനുമോളുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു ആര്യൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് വിശക്കുന്നു, എനിക്ക് ഫുഡ് വേണം, എനിക്കെന്ന് പറഞ്ഞാൽ നിനക്ക് വിശക്കുന്ന ഈ വെള്ളം ഒഴിച്ച് നീ പോയി കിടന്ന് ഉറങ്ങണ ഇറക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഫുഡ് എടുത്ത് കൊടുത്ത് ആ ഒരു വ്യക്തിനെ നോമിനേറ്റ് ചെയ്യുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെറും നന്ദിയില്ലാത്ത ഒരു ഇത്തരാണ് ഈ ആര്യൻ. അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ കൊച്ചിയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ ബൈ.